വെൽക്കം ടു ആനീസ് കിച്ചൺ. ഇവിടെ നമ്മുടെ ഗസ്റ്റായിട്ട് വന്ന കുറേ ഡോക്ടേഴ്സ് ഇല്ലേ, ഡോക്ടേഴ്സൊക്കെ നമ്മളോട് എന്നാ ഉപദേശിച്ചേ, ഏത് നേരവും ചിക്കനും മീറ്റും അങ്ങനെ ഒന്നും തിന്നരുത്, നമുക്ക് ഒത്തിരി ദോഷങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെയല്ലേ പറഞ്ഞേ. എന്നാൽ പിന്നെ നമ്മൾ അതൊന്നും അനുസരിച്ചില്ല എന്ന് വേണ്ട, നമുക്ക് എല്ലാം എന്നാ പറയുന്നത്, എല്ലാം നല്ല സാധനം തന്നെയാണ്. എന്നാൽ മീറ്റ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊന്ന് ഇച്ചിരി ഒന്ന് മാറ്റി വേറെ ഒരു റെസിപ്പി എന്നും പറഞ്ഞ് നമ്മൾ നോൺ വെജ് അങ്ങോട്ട് കളയുന്നൊന്നുമില്ല. അതുകൊണ്ട് ഇന്ന് എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയോ, ഇന്ന് നമ്മൾ ഫിഷ് റോസ്റ്റാ ചെയ്യാൻ പോകുന്നത്. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്നാക്കിയാന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അതിന് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന എന്നാന്നറിയോ, ഇച്ചിരി നെമ്മീനാന്നേ. ഈ നെമ്മീൻ എന്നാ പ്രശ്നം എന്നറിയാവോ, ഒന്നെങ്കിൽ ഇതേപോലത്തെ ഷേപ്പിൽ അങ്ങോട്ട് മുറിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഷേപ്പായിട്ട് മുറിച്ച് വെച്ചാലും മതി. വട്ടത്തിൽ മുറിക്കുന്നതാണെങ്കിൽ ഇതൊരു 7 വട്ടത്തിൽ മുറിച്ച കഷ്ണമാവുള്ളത്. പിന്നെ വേണ്ടിയത് അതിൻ്റെ വേണ്ടിയുള്ള ഗ്രേവി, റോസ്റ്റ് ആക്കാനുള്ള കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി വേണം. ഉള്ളി എന്ന് വെച്ചാൽ ഒരു മീഡിയം സൈസ് ഒരു 3 വലിയ ഉള്ളിയല്ല, സവാള ഒരു മീഡിയം സൈസ്, വലുതുമല്ല തീരെ ചെറുതുമല്ല, ഒരു ഇച്ചിരി മുഴുത്തിയല്ലേ, അന്നേരം അങ്ങനത്തെ ഒരു 3 എണ്ണം. പിന്നെ കുറച്ച് പച്ചമുളക്. ഇതിപ്പോൾ ഞാൻ എന്നാന്ന് പറയുക, കൈവാക്ക് എളുപ്പമായതുകൊണ്ട് ഇങ്ങനെ അരിഞ്ഞേക്കുക, കീറിയിട്ടാച്ചാലും മതി. പിന്നെ ഇത് കുറച്ച് ടൊമാറ്റോ, ഇതൊരു മീഡിയം സൈസ് 2 ടൊമാറ്റോയേ ഉള്ളൂ. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയാ. ഇത് ഗ്രേവിക്കുള്ളതല്ല, മീൻ അരച്ച് വരട്ടാനുള്ളതാണേ. ഇതില്ലാത്ത ഒരു മീൻ കറിയില്ല, ഇറച്ചിക്കറിയില്ല, ഒന്നുമില്ല. ഇത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച് വെച്ചേക്കുക. ഞാൻ ഇതെന്നൊക്കെ അറിയോ അരച്ച് വെക്കുന്ന എന്നാന്ന് വെച്ചാൽ എല്ലാം കൈവാക്കിന് എളുപ്പത്തിനാണേ. അന്നേരം ഈ ഒരു കഷ്ണം ഇടുവാന്നേൽ അങ്ങനെ ഇടാം, അതെല്ലാം വെളുത്തുള്ളിയായിട്ട് തന്നെ ഇടുവാന്നെങ്കിൽ അങ്ങനെ ഇടാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി ഓൾവേസ് പ്രിഫറിങ് ആസ് കാശ്മീരി മുളക്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഉലുവ കടുക് പൊട്ടിക്കാനാ, അതുകൊണ്ട് കുറച്ച് മതി. കുറച്ച് കുരുമുളക് പൊടിയായിട്ടാന്നേലും അല്ലെങ്കിൽ എന്നാ പറയാം ചതച്ച മുളകാന്നേലും കുരുമുളകാന്നേലും മതി, ഏതാ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ഇട്ടാൽ മതി. പിന്നെ ഇച്ചിരി കടുക്, പിന്നെ കുറച്ച് പുളിയാന്നേ. ഇത് കുടംപുളിയല്ല, നമ്മുടെ വാളംപുളിയാണ്. അന്നേരം ഇതിപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി പേസ്റ്റായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ. ഇത് ഇച്ചിരി വെള്ളത്തിൽ കലക്കി വെച്ചാൽ മതി. അതല്ല നമ്മുടെയിലൊക്കെ തനിയെ അങ്ങനത്തെ പുളിയല്ലേ ഇരിക്കുന്നത്. അതെന്നാന്ന് വെച്ചാൽ ഇച്ചിരി അങ്ങോട്ട് പുളി അനുസരിച്ച് നമ്മൾ മീനിനൊക്കെ ഒഴിക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ ഇച്ചിരി മതി, ഒത്തിരി ഒന്നും ചേർക്കണ്ട. ഇതാന്നേലും കുറച്ച് പെരിഞ്ജീരകം പൊടിച്ച് വെച്ചേക്കുക, അതൊരു ഇച്ചിരി മതി. എന്നാന്ന് വെച്ചാൽ ആ ഒരു ഇറച്ചിയുടെ ഫ്ലേവറൊക്കെ കിട്ടാനാണേ. പിന്നെ കുറച്ച് ഉപ്പ്. പിന്നെ നമുക്ക് വേണ്ടി എന്നാന്നറിയോ, ഒരു ഇച്ചിരി തേങ്ങാപ്പാലാന്നേ. ഈ തേങ്ങാപ്പാൽ എന്നാത്തിനാന്നറിയോ, നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്നതിന് പകരം നമുക്ക് ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ചാൽ എന്നാ പറയുന്നത്, ആ കറിയുടെ ഗ്രേവിക്കുണ്ടല്ലോ ഇച്ചിരി സ്വാദ് കൂടും. അതാ നല്ലത്. തേങ്ങാപ്പാൽ നല്ല, വെള്ളം ഒഴിക്കല്ലേ. ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടിയത്. പിന്നെ വറുക്കാനുള്ള എണ്ണ, ഇതിനെപ്പോഴും ഞാൻ പറയുന്നത് വെളിച്ചെണ്ണ തന്നെയാന്നല്ലേ. നമ്മുടെ ഇതൊക്കെ മീനെന്നൊക്കെ പറയുന്നത് ഇച്ചിരി ഒരു നാടൻ വിഭവമാണേ, അന്നേരം വെളിച്ചെണ്ണയാന്നല്ലേ. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ അല്ല, ഇപ്പോൾ നമ്മൾ നിത്യമായിട്ട് വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് മതി. ഇനി എന്നാന്ന് വെച്ചാൽ നമുക്ക് ഈ മീനൊന്ന് വറുക്കാനായിട്ട് അതിനകത്തൊന്ന് അരച്ച് പറ്റണം. അതിന് വേണ്ടിയ സാധനം എന്നാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. മീനിന് അരച്ച് വരട്ടാനാണെങ്കിൽ എല്ലാവരും എന്നാ പറയുന്നത്, ചിലയിടത്തൊക്കെ ആണെങ്കിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഞാൻ ചെയ്യുന്ന എന്നാന്ന് വെച്ചാൽ ആദ്യം കുറച്ച് വേണ്ട, ഏതൊരു കറി തുടങ്ങുമ്പോഴും ആദ്യം മഞ്ഞൾപ്പൊടിയിൽ തുടങ്ങാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ എന്നാന്ന് വെച്ചാൽ എരിവ് അനുസരിച്ച് നമ്മൾ എന്നാന്ന് വെച്ചാൽ ചേർക്കണം. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് ഒത്തിരി എരിവില്ല. എന്നാൽ എനിക്കൊരു 7 കഷ്ണം മുഴുത്ത കഷ്ണമാണ്, അന്നേരം അതിനകത്ത് പിടിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് വേണം. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, ഇനി കുറച്ച് കുരുമുളക്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. പിന്നെ എന്നാന്ന് വെച്ചാൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി, ഒരു വലിയ ടീസ്പൂൺ തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇനി ഇച്ചിരി ചെറിയ ഉള്ളിയാന്നേ. പിന്നെ ഇത്രയും മീനിന് വേണ്ടി ഒരു ഇച്ചിരി ഉപ്പേ ഞാൻ ഇടത്തുള്ളൂ. എന്നാന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഗ്രേവിയിലും ഒക്കെ ഉപ്പ് വരുന്നതാണ്, അന്നേരം ഉണ്ടല്ലോ ഒത്തിരി ഉപ്പ് വേണ്ട. പിന്നെ
ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കറിവേപ്പില പ്ലീസ്. പിന്നെ നമ്മൾ ഈ അരയ്ക്കുന്ന അരപ്പിനകത്തോട്ടുണ്ടല്ലോ കുറച്ച് വിനാഗിരിയും കൂടെ ചേർക്കുവാണെങ്കിൽ, ഒത്തിരിയല്ല, ഒരു എന്നാ പറയുന്ന ഒരു ആ വിനാഗിരിയുടെ അടപ്പില്ലേ അതിനൊരു 1/4 കപ്പ് ഒന്ന് ഒഴിച്ചേച്ചാലുണ്ടല്ലോ ഇച്ചിരിയും കൂടെ രുചി കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഈ അരപ്പ് എന്നാന്ന് വെച്ചാൽ നമുക്ക് ഈ മീനിനകത്തോട്ട് പെരട്ടണേ. ഇതുപോലെ നമുക്ക് എല്ലാ മീനും അങ്ങോട്ട് പെരട്ടി വെക്കണം. ഈ പെരട്ടി വെച്ചാൽ ഒക്കുകയില്ല, മീനയിൽ ഇച്ചിരി ആ അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി നേരം കൊടുത്തേ ഒക്കത്തുള്ളൂ. അപ്പം എന്നാന്ന് വെച്ചാൽ ഈ മീൻ വറുത്തെടുക്കുന്ന ആ എണ്ണയിൽ തന്നെ നമുക്ക് ഗ്രേവി ഉണ്ടാക്കുന്ന ഇച്ചിരിയും കൂടി ഒരു എന്നാ പറയുന്നത് ഒരു സ്വാദ്. ഇപ്പം നമുക്ക് ആ മീൻ വറുക്കാം. ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പാൻ കത്തിച്ചേച്ചേ എണ്ണ ഒഴിക്കാം. മീനൊക്കെ വറുക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ഇച്ചിരി നല്ലതായിട്ട് എണ്ണ ഒഴിച്ചോണേ, അല്ലേലുണ്ടല്ലോ അതങ്ങോട്ട് മൂത്ത് വരാനൊക്കെ ഒരു ഇച്ചിരി പാടായിരിക്കും. എന്നാന്ന് വെച്ചാൽ ഇവിടെ 7-8 കഷ്ണമല്ലോ, അന്നേരം ഇത്രയൊക്കെ വറുത്ത് വരുമ്പോഴത്തേക്ക് ഈ എണ്ണ അങ്ങ് തീർന്നോളും. പിന്നെ ആണെങ്കിൽ ആ ബാക്കി എണ്ണ മതിയാവും നമുക്ക് എന്നാ ഉള്ളിയൊക്കെ വഴറ്റാനായിട്ട്. മീനൊക്കെ ആണെന്നുണ്ടല്ലോ നമ്മൾ ഈ കുത്തി നിറച്ച് അങ്ങോട്ട് വറുക്കുകയാണെങ്കിൽ അതെല്ലാം അങ്ങോട്ട് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇച്ചിരി സാവധാനത്തിൽ നമുക്ക് വറുത്തെടുക്കാനേ ഒക്കത്തുള്ളൂ. പിന്നെ ഈ വറുക്കാൻ ഇടുമ്പോഴത്തേനുണ്ടല്ലോ ശരിക്കും ഒരു ടിപ്പ് പോലെ അല്ല, പക്ഷെ എന്നാലും നമ്മുടെ ഒരു ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ ഒരു ഇച്ചിരി ഫ്ലേവർ വരും. ഇപ്പം ഈ മീൻ വറുക്കാൻ ഇടുവരെ അന്നേരം ഇത് ഒരു ടൈപ്പ് ഓഫ് നമ്മൾ വറുത്തെടുക്കുന്നതാ. അല്ലെങ്കിൽ ഇച്ചിരി കൂടെ ഒന്ന് നമ്മൾ ഈ മീനൊക്കെ വറുക്കുമ്പോഴത്തേന് ഒരു എന്നാ പറയുന്ന ഒരു ക്രിസ്പിനെസ് ഒന്നും വരികയില്ല എന്നൊക്കെ പറയുകയില്ലേ. അന്നേരം ഒരു ടിപ്പ് പോലെ ഒരു കാര്യം പറയാം, ഇച്ചിരി അരിപ്പൊടിയില്ലേ, അരിപ്പൊടിയും കൂടെ നമ്മുടെ ഈ അരപ്പിനകത്തോട്ട് അരച്ചെല്ലാം കഴിഞ്ഞ് നമ്മൾ മീനേൽ അങ്ങോട്ട് പെരട്ടിയെല്ലാം വെക്കുകയല്ലേ, അന്നേരം മീനെ പെരട്ടി വെച്ചതിന് ശേഷം നമ്മൾ ഈ എണ്ണയ്ക്കകത്തോട്ട് ഇടുന്നതിന് തൊട്ട് മുന്നേ ആ അരിപ്പൊടിയിൽ അരിപ്പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്തേച്ച് മീൻ ഇടുവാണെങ്കിൽ ഈ മീൻ വറുത്ത അതേ ടേസ്റ്റും വരും, എന്നാൽ ഇച്ചിരി ഒരു ക്രിസ്പിനെസ്സും ആ മീനുണ്ടാവും. നമ്മൾ ഈ മീൻ വറക്കുകയല്ലേ അതിനകത്തോട്ട് ഇച്ചിരി ഉള്ളിയും, കുറച്ച് ഉള്ളി മതി, ഒത്തിരി സവാള എടുക്കണ്ട, ഒരു പേരിന് ഇച്ചിരി ഉള്ളിയും, ബാക്കി ഇച്ചിരി ടൊമാറ്റോ, ഒരു എന്നാ പറയുന്നത് ഒരു 1/4 ഉള്ളിയാണെങ്കിൽ ഒരു ഫുൾ ടൊമാറ്റോ, ഒരു മീഡിയം സൈസ് ടൊമാറ്റോ അരിഞ്ഞേച്ച് ഉള്ളി നല്ല വഴറ്റിയേച്ച് ഈ ടൊമാറ്റോയും കൂടെ ഇട്ട് നല്ല സ്മാഷ് ചെയ്യണം. സ്മാഷ് എന്ന് പറഞ്ഞാൽ അങ്ങ് എന്നാ പറയുന്നത് ഒത്തിരി സ്മാഷ് പരുവാവരുത്, ഇച്ചിരി തക്കാളിയൊക്കെ ഉള്ള പോലെ അയച്ച് ഈ മീന് ആ ഇതിനകത്തോട്ട് ഇടണം. ഇട്ടേച്ച് ഒന്ന് പൊതിഞ്ഞൊക്കെ എടുക്കുവാണെങ്കിൽ ഒത്തിരി ടേസ്റ്റാണ്. അതെന്ന് വെച്ചാൽ ആ മീനിൻ്റെ അരപ്പും എല്ലാം ഇതിനകത്തുണ്ടാവും. ഇതിപ്പോൾ എന്തായാലും ഞാനൊരു ഇച്ചിരി മൂത്ത് വറുത്തെടുക്കാൻ പോവാന്നേ. അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ റോസ്റ്റ് ഉണ്ടാക്കുമല്ലേ, അന്നേരം ഈ ഗ്രേവിയും അതും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്ക് എന്ന് വെച്ചിട്ട് ഇതൊന്ന് പൊടിഞ്ഞു പോകും, അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ മീനെല്ലാം വറുത്ത് കഴിഞ്ഞേ, ഇനി ഈ എണ്ണ നല്ല ചൂടാണ്, പക്ഷേ ഇതിനകത്തുണ്ടല്ലോ നമ്മൾ മീൻ വറക്കുമ്പോഴത്തേക്ക് കുറച്ച് അരപ്പൊക്കെ അങ്ങ് മുരിഞ്ഞു കിട്ടുകയല്ലേ,
അന്നേരം ആ അരപ്പൊന്നും ഒത്തിരി അങ്ങോട്ട് എടുക്കണ്ട. കാര്യം ഹെൽത്ത് വൈസ് ആണെങ്കിൽ പറയുവാണെങ്കിൽ അത് ഇച്ചിരി ദോഷമുള്ള കാര്യമല്ലേ. അന്നേരം ഒത്തിരി ഒന്നും എടുക്കണ്ട, എന്നാൽ ഒത്തിരി കളയുകയും ചെയ്യില്ല കേട്ടോ. ഇച്ചിരി അതിനകത്തുണ്ടെങ്കിൽ നല്ലയാ. എന്താണെന്ന് വെച്ചാൽ മുരിങ്ങയൊക്കെ ആ അരപ്പാണെങ്കിൽ ഒരു ഇച്ചിരി കൂടി സ്വാദ് വരും. അതുകൊണ്ട് ഞാൻ ഒത്തിരി എന്നാ വെച്ചാൽ പകുതിയോളം കളയും, പകുതി വെച്ചേക്കും. എന്നാലും എൻ്റെ ഇതിനകത്ത് ഒരു ഇച്ചിരിയേ ഉള്ളൂ. എനിക്ക് അത്ര അരപ്പേ എന്നാ പറഞ്ഞേ മുരിച്ചപ്പോൾ കിട്ടിയുള്ളൂ, അതാ സത്യം. പിന്നെ ഇതിനകത്ത് ചൂടെണ്ണയാണ്, ഇച്ചിരി എണ്ണ ബാക്കിയുള്ളൂ. അതിനകത്തോട്ട് നമുക്കൊരു ഇച്ചിരി കടുക് ഇടാം. ചൂടെണ്ണ ആയതുകൊണ്ട് കടുക് ഇടുമ്പോഴത്തേനുണ്ടല്ലോ ഒരു ഇച്ചിരി തീ അങ്ങോട്ട് കുറച്ചോണം. അതുകൊണ്ട് എന്നാന്നറിയാം, പെട്ടെന്ന് അങ്ങോട്ട് കടുക് പൊട്ടുകയാണെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോകും. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഉലുവ, ഒത്തിരി ഒന്നുമില്ല, ഒരു പിഞ്ച്. കടുകും ഉലുവായും ഒന്നും ആ എണ്ണയിൽ തന്നെ പൊട്ടിയില്ല എന്ന് ഉറപ്പ് വരുവാണെങ്കിൽ മാത്രം ഒരു ഇച്ചിരി തീ കൂട്ടിക്കും. ഇതിനകത്ത് കുറച്ച് കറിവേപ്പില, ഇത് വേണ്ടിയിട്ട് ഇട്ടതല്ല, എനിക്ക് വേണ്ടി ഇട്ടതാണ്. ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി, ഇതിനകത്തോട്ട് ഉള്ളി ഇട്ടു, കടുകും ഉലുവായും എല്ലാം ഇട്ടേക്കുമല്ലേ. ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി പച്ചമുളകൊക്കെ ഇടുക, അന്നേരം എരിവ് അനുസരിച്ച് ഇടാവുള്ളേ. ഞാനിപ്പോൾ എന്നാന്നറിയോ ചോപ്പ് ചെയ്ത് വെച്ചേക്കുക, അന്നേരം അതുകൊണ്ടാണെങ്കിൽ ഞാൻ കൈക്ക് ഇങ്ങനെ എടുക്കുക. അത് എരിവ് നോക്കിയിട്ട് പച്ചമുളക് ഇടാവുള്ളൂ. അത് എന്നാന്ന് വെച്ചാൽ കണക്ക് പറയുവാണെങ്കിൽ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുമല്ലേ, ഒരു 2 മീനിനാണെങ്കിൽ ഒരു പച്ചമുളകൊക്കെ മതി. അല്ല എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. ഈ ഉള്ളി ആന്നേലും ഒരു ഇച്ചിരി ഒന്ന് വഴന്ന് അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഈ കണ്ണൊന്ന് നീറുവേ അത് വഴറ്റുന്ന സമയത്തേക്ക്. ആ കണ്ണ് നീറുന്ന ആ ഒരു പോർഷൻ മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്നാ പറയുന്ന അടുത്ത ഒരു ഇഞ്ചിയും വെളുത്തുള്ളി അതൊക്കെ ഇടാം. ഇപ്പം ആ ചൂടെണ്ണയിലോട്ട് ഞാൻ ആ ഉള്ളിയൊക്കെ ഇട്ടപ്പോഴത്തേനുണ്ടല്ലോ, എൻ്റെ ആ കണ്ണിൽ ആ നീറ്റിൽ ഇച്ചിരി ആദ്യം ഇട്ടപ്പോഴത്തേനുണ്ടായിരുന്നു. അന്നേരം ഇപ്പം അതെല്ലാം മാറി. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കുന്നില്ലേ, അത് കുറച്ച് 1 സ്പൂൺ മതിയാവും. ഒരു ടീസ്പൂൺ. അത് ഒത്തിരി എന്നാ പറയുന്ന ഗ്രേവിക്ക് വേണ്ടിയ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടേച്ചാൽ മതി. ഒരു ടീസ്പൂണിൻ്റെ ഒരു 1/4 ടീസ്പൂൺ ഇട്ടേച്ചാൽ മതി. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി പെരിഞ്ചീരകം, അതും ടീസ്പൂൺ കണക്ക് പറയുവാണെങ്കിൽ ഒരു എന്നാ പറയുന്ന ഒരു 1/2 ടീസ്പൂൺ മതിയേ. ഒത്തിരി അതിൻ്റെ ആ ചുവയൊന്നും വേണ്ട. പെരിഞ്ചീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ വരുമ്പോഴത്തേക്ക് എന്നെ വഴക്ക് പറയുന്നത് ഞാൻ ഒരു 2 കറിവേപ്പില ഇടണം. ഇനി ഇതിനകത്തോട്ട് കുറച്ച് തക്കാളി, മുഴുവൊന്നും ഇടണ്ട കേട്ടോ. ഒരു എന്നാ പറയുക, നമ്മളിപ്പം അരിഞ്ഞു വെച്ചേക്കുന്നതിൻ്റെ ഒരു 1/2 പോർഷൻ അല്ലെങ്കിൽ ഒരു 3/4 പോർഷൻ ഇട്ടേച്ചാൽ മതി. ഇത് ഇരിക്കട്ടെ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ഒന്ന് ഇടാനാണെങ്കിൽ ഒരു രസമല്ലേ. ആ തക്കാളി ഇച്ചിരി ഒന്ന് സ്മാഷ് ആയാൽ മാത്രമേ നമുക്ക് എന്നാന്നോ ആ ഒരു തിക്നെസ് ആ ഗ്രേവിക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇച്ചിരി സമയം എടുക്കും. എന്തായാലും തക്കാളി ഇച്ചിരി ഒന്ന് സ്മാഷ് ആവാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഇച്ചിരി നേരം എടുക്കുവേ. ആ നേരത്തിനിടയ്ക്ക് നമുക്ക് ഇച്ചിരി വർത്താനമൊക്കെ പറയാം. ആ വർത്താനം പറയുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആദ്യം ഗസ്റ്റിനെ കുറിച്ച് പറയാം. ഇന്നിവിടെ ഗസ്റ്റായിട്ട് വരുന്ന ആരാന്നറിയാവോ? പ്രശസ്തയായ ഒരു അഭിനേത്രിയാണ് ശ്രീലത നമ്പൂരി ആണ് ഇവിടെ വരുന്നത്. ചേച്ചീനെ ശരിക്കും ഞാൻ ചേച്ചിയായിട്ട് വർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ എനിക്ക് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ചേച്ചിയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അത് എനിക്കെന്നല്ല ശരിക്കും തോന്നുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ പ്രേക്ഷകർ ചേച്ചിയെ ഒട്ടുമിക്ക സമയവും ടി വിയിൽ കാണാറുണ്ട്. ചേച്ചി നമ്മുടെ അടുത്ത ആളാണ്. ഇപ്പം
നമ്മുടെ ഉള്ളിയൊക്കെ ആണെങ്കിൽ ഉള്ളി ആണെങ്കിൽ വഴന്നു, തക്കാളി ആണെങ്കിൽ ഇച്ചിരി തൊലിയൊക്കെ വിട്ട് സ്മാഷായി തുടങ്ങി. ഞാൻ ഇച്ചിരി എണ്ണയൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട്, അഥവാ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാൻ. പക്ഷെ എനിക്ക് തോന്നുന്നു അത് വേണ്ട. ഇനിയിപ്പോൾ എന്നാണെന്നറിയോ, ഇതങ്ങോട്ട് നല്ലതായിട്ട് വഴന്നില്ലേ, ഇനി അങ്ങോട്ട് ഇതിനകത്തോട്ട് ഇച്ചിരി പൊടിയൊക്കെ ചേർക്കാം. ഈ ഗ്രേവിക്കകത്തും ഇച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ വേണം. അപ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടേക്കാം. കുറച്ച് മുളക് പൊടി, പച്ചമുളക് ഇട്ടേക്കുക, അന്നേരം ഇച്ചിരി മുളക് പൊടി മതി. പിന്നെ വേണ്ടിയത് ഒരു ഫുൾ ടീസ്പൂൺ ആണ്, ഒരു ഫുൾ ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പൊന്നും ടീസ്പൂൺ കണക്ക് പറഞ്ഞാൽ ഒക്കുകയില്ല, സ്വാദനുസരിച്ച് ഇട്ടേച്ചാൽ മതി. അപ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ കണ്ടിട്ടില്ലേ അമ്മമാരും ഈ പറഞ്ഞ ഞാനാന്നേലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഒരു ഇച്ചിരി അങ്ങോട്ട് എന്നാ പറയുന്നത് സ്പ്രിങ്കിൾ ചെയ്ത് വിടും. ഇനി ഇതിനകത്തോട്ട് ഞാൻ വേണ്ടിയിട്ടല്ല, എന്നാലും കുറച്ച് കറിവേപ്പില ഇട്ടാൽ നല്ലതല്ലേ അല്ലേ, ഞാൻ ഇടുക. എന്ന് വെച്ചാൽ നമ്മുടെ ഈ പൊടി ഉണ്ടല്ലോ ഒത്തിരി ഒന്ന് മൂത്ത് കഴിഞ്ഞേച്ചും നമുക്കൊരു ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. എന്നാലേ എന്നാ പറ്റുന്നതെന്നോ, നമ്മുടെ എന്നാ പറയുന്നത് ആ എണ്ണയൊക്കെ ഒന്ന് തെളിയത്തുള്ളൂ. എന്നും പറഞ്ഞ് മുഴുവൻ ഒഴിക്കേണ്ട, ഒരു ഇച്ചിരി ഒഴിച്ചേച്ചാൽ മതി. നമുക്ക് തീ നല്ലതായിട്ട് അങ്ങോട്ട് കുറച്ചേച്ചേ നമ്മുടെ മീൻ ഓരോന്നായിട്ട് ഇതിനകത്തോട്ടിടാം. ഓരോ പോർഷനായിട്ട് നമുക്ക് ഇട്ടേച്ചാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ അതെന്നാന്നോ അതിൽ എന്നാ പറയുന്ന ആ മീൻ ഒന്ന് പൊടിഞ്ഞു പോകും. സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിലല്ലേ പിന്നെ നമ്മൾ ആ പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേനും ഒക്കെ അല്ലേ അതങ്ങ് ഒക്കുകയില്ല. ഇനി ഇതിനകത്തോട്ട് ഈ മീനകത്ത് നമ്മൾ ചേർത്തേക്കുന്ന പൊടി ഒന്നും പിടിച്ചിട്ടില്ലല്ലോ, അന്നേരം നമ്മൾ ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കും. നമ്മൾ അരപ്പെല്ലാം ചേർത്തേച്ച് കുറച്ച് മീൻ ഇനി അതൊന്ന് പിടിക്കണേ. പക്ഷേ ഇതിന് മുന്നേ ഉണ്ടല്ലോ നമ്മളൊരു പുളിയുടെ കാര്യം പറഞ്ഞില്ലായോ, അന്നേരം ഈ പുളിക്ക് എന്നാണെന്നറിയാവോ, ശരിക്കും നമ്മൾ തക്കാളി ചേർത്തേക്കുക. എന്നാൽ ഈ സമയത്ത് കുറച്ച് നമ്മൾ പുളി നോക്കണം, എങ്ങനെ ഉണ്ട് പുളി, അത് കൂടുതലാണെന്നോ കുറവാണെന്നോ എന്ന്. എന്നാന്നോ ഞാനിങ്ങനെ പറയാൻ കാര്യം എന്നാന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും കിട്ടുന്ന തക്കാളി ആന്നേലും ചിലതൊക്കെ ആന്നേലും പുളി കാണുകയില്ല, ചിലതാന്നേലും ഇച്ചിരി പുളി ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇതിപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്ന ഒത്തിരി പുളി ഉള്ളതല്ല, അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി പുളിയെ ചേർക്കുന്നുള്ളൂ. നോക്കിയും കണ്ടേച്ചും ചേർത്തേച്ചാൽ മതിയേ. ഇപ്പം നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തു, ഉപ്പ് ചേർത്തു, പുളി ചേർത്തു, അരപ്പെല്ലാം കൂടെ ചേർത്തു. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മീനിനെല്ലാം അരപ്പുകളും ചേർത്ത് വെച്ച് അതിന് ഇച്ചിരി ഒന്ന് പിടിക്കാൻ, അതിന് ആ മീനിനകത്തൊന്ന് പിടിക്കാൻ ഇച്ചിരി നേരം കൊടുത്ത പോലെ നമ്മൾ ഈ ചേർത്ത ഉപ്പും പുളിയും ഗ്രേവിയും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മീനിനൊരു ശകലം സമയം കൊടുത്താൽ മാത്രമേ മീനിന് ആ രുചി വരത്തുള്ളൂ. ഞാനേ നമ്മൾ നേരത്തെ ഇട്ട് എന്നാ പറയുന്ന മീനിനകത്തോട്ട് നമ്മൾ അരപ്പും എല്ലാം ഇട്ടേക്കുമല്ലായിരുന്നോ, ഞാനത് ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെച്ച് അതിനകത്ത് അതെല്ലാം ആ മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ചത്. അത് നല്ലതായിട്ടൊന്ന് പിടിച്ച് ആ മസാലയൊക്കെ ഒന്ന് മൊരിച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് ഓഫ് ചെയ്തു. ഇനി എന്നാന്ന് വെച്ചാൽ നമുക്കിതങ്ങ് പ്ലേറ്റ് ചെയ്യണം. പിന്നെ ആണെങ്കിൽ നമ്മൾ ഒരു ട്രിപ്പ് മാത്രമാണ് നമ്മൾ ചെയ്തേ, അത് കഴിഞ്ഞ് ബാക്കി കുറച്ചുകൂടെ ചെയ്യാനുണ്ട്. അത് പക്ഷേ എന്നാണെന്നറിയോ, കുറച്ചുകൂടെയൊക്കെ എന്നാ പറയുന്നത് ഇച്ചിരി കൂടെ സമയം എടുക്കും. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു, ചെയ്ത് വരുമ്പോഴത്തേക്ക് വേണ്ടേ നമ്മുടെ എന്നാ പറയുന്നത് ഫിഷ് റോസ്റ്റ് ഇങ്ങനെ ആവും. ഇത് സ്ക്വയർ പീസസ് ആക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുഴുവനായിട്ട് പൊടിയാതെയൊക്കെ വറുത്തെടുക്കുവാന്നേലുണ്ടല്ലോ ഇങ്ങനെ തന്നെ നമുക്ക് കിട്ടും. വേണേൽ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടോ.